ഫെഫ്കയുടെ ആഭിമുഖ്യത്തിൽ രൂപീകരിച്ചിരിക്കുന്ന സംഘടനയാണ് ഫെഫ്ക MDTV. ഫെഫ്ക MDTVയുടെ പ്രഥമ ക്രിക്കറ്റ് കാർണിവലാണ് ഇവിടെ അരങ്ങേറുന്നത്. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം നമ്മുടെ തൊഴിലിടം സൗഹൃദമാക്കുന്നതിന് മുൻപന്തിയിൽ നിന്നുകൊണ്ട് സീരിയൽ രംഗത്തെ സജീവമാക്കി മുന്നോട്ട് പോകുന്ന യൂണിയനാണ് ഫെഫ്ക MDTV. വളരെ കാലം അസംഘടിതമായ ഒരു തൊഴിൽ മേഖലയായിരുന്നു നമ്മുടെ. ആരോഗ്യ സുരക്ഷാ പദ്ധതി അടക്കമുള്ള നിരവധി ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി വരുന്ന ഫെഫ്ക MDTV ടെലിവിഷൻ രംഗത്തെ സാങ്കേതിക പ്രവർത്തകരെയും ക്രിക്കറ്റ് കാർണിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്നു മുതൽ 4 ദിവസങ്ങളിലായി ഇവിടെ നടക്കുന്ന മത്സരങ്ങളിൽ 14 ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത്. ഇതിൽ നിന്നും ബാക്കി വരുന്ന തുക പൂർണ്ണമായിട്ടും ഫെഫ്കയുടെ അഭിമാന പദ്ധതിയായ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലേക്കാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഫെഫ്കയുടെ നേതൃത്വത്തിൽ ഫെഫ്ക MDTV സംഘടിപ്പിക്കുന്ന ആദ്യ സെലിബ്രിറ്റി ക്രിക്കറ്റ് കാർണിവൽ C3യുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. MLA ശ്രീ ആന്റണി രാജു സാറാണ്. ആന്റണി രാജു സാറിനെ ഹാർദമായി സ്വാഗതം ചെയ്യും. ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് നമുക്കെല്ലാം അറിയാം, മലയാള സിനിമയിലെ പ്രിയങ്കരിയായ താരം മഹിമ നമ്പ്യാരാണ്. മഹിമയെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ മഹനീയ സാന്നിധ്യങ്ങൾ നമുക്കറിയാം. ടെലിവിഷൻ രംഗത്തെ നടനായ ശ്രീ ദിനേശ് പണിക്കർ സാറാണ്. പ്രമുഖ നടനും നിർമ്മാതാവുമായ അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിലെ മറ്റൊരു മഹനീയ സാന്നിധ്യം നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ സുരേഷ് ഉണ്ണിത്താൻ സാറാണ്. മലയാള സിനിമയിൽ നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച പ്രഗത്ഭനായ ഗുരുസ്ഥാനീയനായ സംവിധായകൻ ശ്രീ സുരേഷ് ഉണ്ണിത്താൻ സാറിനെ ഹാർദമായി സ്വാഗതം ചെയ്യും. ഈ ചടങ്ങിൽ പങ്കെടുക്കേണ്ട നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വിശിഷ്ടാതിഥി ശ്രീ നിംസ് മെഡിസിറ്റിയാണ്. ഈ ചടങ്ങിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നത് നമ്മുടെ ഫെഫ്കയുടെ ട്രഷറർ ശ്രീ സതീഷാണ്. കയ്യും മെയ്യും മറന്ന് അഹോരാത്രം ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട പ്രമുഖരായ ശ്രീ GR കൃഷ്ണൻ, ശ്രീ ശ്യാം വെമ്പായം, ശ്രീ ജോയ് പേരൂർക്കട, ശ്രീ ബൈജു ഗോപാൽ, ശ്രീ റാം മനോഹർ, ശ്രീ ജയചന്ദ്രൻ തിരുമേനി, ശ്രീ മുരുകൻ പനച്ചിമൂട് എന്നിവരെയും അതോടൊപ്പം സഹകരിച്ച എല്ലാ MDTV പ്രവർത്തകരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. മുഖ്യ സ്പോൺസർ ഹോട്ട്സ്റ്റാർ ഉടമ പ്രവീൺ ചന്ദ്രനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമുക്ക് ഇതിൻ്റെ നടത്തിപ്പിന് വേണ്ടി എല്ലാവിധ സഹായങ്ങളും സ്പോൺസേഴ്സും നൽകിയ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ മെഡിക്കൽ പാർട്ട്ണർ നിംസ് മെഡിസിറ്റിയാണ്. നിംസ് മെഡിസിറ്റിയുടെ ഓണറേയും അതുപോലെ അമൃത സുരഭി ഹോസ്പിറ്റൽ, ഈ രണ്ടുപേരെയും ഹാർദമായി സ്വാഗതം ചെയ്യും. നമുക്ക് ഈ വെയിലിൽ നിന്നാണ് ക്രിക്കറ്റ് ഉണ്ടായെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. സാഹിബ്മാർ പ്രത്യേകിച്ചും ബ്രിട്ടീഷുകാർ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു കളിയാണ് ക്രിക്കറ്റ്. നല്ല വെയിലത്ത് വന്ന് തണുപ്പാണല്ലോ അവിടെ കൂടുതൽ, അപ്പം വെയിൽ കൊള്ളാൻ വേണ്ടി തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കളിയാണ്. പക്ഷേ ഇന്ന് വെയിൽ ഒരു അവിഭാജ്യ ഘടകമായി, കളിയുടെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു. ഇനി ഏത് വെയിൽ വന്നാലും ഫെഫ്കയുടെ നമ്മുടെ പ്രവർത്തകർ, ഉന്മേഷഭരിതരായ പ്രവർത്തകർ ഈ ക്രിക്കറ്റ് കളി വൻ വിജയമാക്കി തീർക്കുന്നുള്ള യാതൊരു സംശയവുമില്ല. ഇതിൻ്റെ തുടക്കം മാത്രമാണ്. ഫെഫ്ക MDTVയുടെ ഒരു 1.5 വർഷമായിട്ടുള്ള നമ്മൾ ഈ പ്രസ്ഥാനം ആരംഭിച്ചിട്ട് എങ്കിലും അതിശക്തമായ ഒരു മുന്നേറ്റം നമ്മൾ ട്രേഡ് യൂണിയൻ രംഗത്ത് തന്നെ നടത്തിയിരിക്കുകയാണ്. തൊഴിൽ രംഗത്തെ അസമത്വങ്ങൾക്കെതിരെ ശക്തമായ ഒരു സാന്നിധ്യം നമുക്കിപ്പോൾ ഉണ്ട്. നമ്മൾ കാര്യങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നു. വലിയൊരു മുന്നേറ്റത്തിലേക്ക് നമ്മൾ പോയിരിക്കുന്നു. നമ്മളെ ഒരിക്കലും അവഗണിക്കാൻ വയ്യാത്ത ഒരു കേരളത്തിലെ ട്രേഡ് യൂണിയൻ ശക്തിയായി തന്നെ നമ്മൾ മാറിയിരിക്കുന്നു. ഇനി ഈ ഫെസ്റ്റിവൽ ഇനി മുതൽ നമുക്ക് ഇതൊരു ഫെസ്റ്റായിട്ട്, അതായത് കലാകായിക സംഗമമാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഇത്. അപ്പോൾ കലാകാരന്മാരും കായിക താരങ്ങളും പങ്കെടുക്കുന്ന ഒരു വലിയ സംഗമ വേദിയാക്കി അടുത്ത വർഷം മുതൽ മാറ്റാനാണ് ശരിക്കും ഇതിൻ്റെ നമ്മൾ ആലോചിക്കുന്നത്. ഈ പ്രവർത്തനങ്ങളിലെ വിജയം പോലിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് ശ്രീ ആന്റണി രാജു MLA അവർകളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഒന്നാമത് ക്രിക്കറ്റ് കാർണിവൽ, സെലിബ്രിറ്റികളുടെ ക്രിക്കറ്റ് കാർണിവലിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനായ ജനറൽ സെക്രട്ടറി ശ്രീ വയലാർ മാധവൻകുട്ടി, ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ചലച്ചിത്ര താരം മഹിമ നമ്പ്യാർ, ആത്മയുടെ ജനറൽ സെക്രട്ടറി ദിനേശ് പണിക്കർ, ശ്രീ സുരേഷ് ഉണ്ണിത്താൻ, ശ്രീമതി സന്ധ്യ രാജേന്ദ്രൻ, ശ്രീ ഷിബു G സുശീലൻ, ശ്രീ സതീഷ് RH, ശ്രീ GR കൃഷ്ണൻ, ശ്രീ ശ്യാം വെമ്പായം, ശ്രീ ജോയ് പേരൂർക്കട, ശ്രീ ബൈജു ഗോപാൽ, ശ്രീ റാം മനോഹർ, ശ്രീ ജയചന്ദ്രൻ തിരുമേനി, ശ്രീ മുരുകൻ പനച്ചിമൂട്, ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന സെലിബ്രിറ്റികളെ, കായിക താരങ്ങളെ, മാധ്യമ സുഹൃത്തുക്കളെ, ഇതിൻ്റെ അമ്പയേഴ്സ്,
മറ്റ് സംഘാടക സമിതിയുടെ പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാർ, ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ച് വെയിലിനെ കുറിച്ചുകൂടെ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷെ ഇതിനേക്കാളും വലിയ ചൂടുള്ള ലൈറ്റിൻ്റെ വെട്ടത്തിൽ നിന്ന് സിനിമയിലും സീരിയലുകളും ഉൾപ്പെടെയുള്ള കലാപരിപാടികൾ അല്ലെങ്കിൽ ടെലിവിഷൻ പരിപാടികൾ ആവിഷ്കരിച്ച നിങ്ങൾക്ക് ആ ചൂടുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ വെയിലൊന്നുമല്ല എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. കഠിനമായ ചൂടത്തുനിന്നുകൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ അവതരണങ്ങൾ നടത്താറുള്ളത്. അതുകൊണ്ട് ആ ചൂടേറ്റ് നിങ്ങൾ ആരും ഈ വെയിലത്ത് വാടിപ്പോകില്ല എന്ന് ഞങ്ങൾക്ക് നല്ല നിശ്ചയമുണ്ട്. ഏതായാലും ടെലിവിഷൻ രംഗത്തെ താരങ്ങളുടെയും അതുപോലെ തന്നെ സാങ്കേതിക പ്രവർത്തകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഫെഫ്ക MDTV നടത്തുന്ന ക്രിക്കറ്റ് കാർണിവൽ ഒരു പുതിയ സംരംഭമായി ഇവിടെ ആരംഭിക്കുകയാണ്. നമുക്കറിയാം, അഭിനയ രംഗത്ത് മാത്രമല്ല കായിക രംഗത്തും നിങ്ങൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അവസരങ്ങൾ കിട്ടിയാൽ കഴിയുമെന്ന് നിങ്ങളെല്ലാം തെളിയിക്കാൻ പോവുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യവും സന്തോഷവും ഉല്ലാസവും പ്രദാനം ചെയ്യുന്ന ഒന്നാണ് കായിക രംഗം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ ഇവിടെ ഈ സംഘടനയുടെ അടിസ്ഥാന പ്രമാണമായ നിങ്ങളുടെ സംഘടനയെ ശക്തിപ്പെടുത്തുക എന്നുള്ളത്, അതിനേക്കാൾ ഉപരിയായി ഒരു ടീം സ്പിരിറ്റോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ എപ്പോഴും ഇടയാകുന്ന ഒന്നാണ് കായിക മത്സരങ്ങൾ. കാരണം ടീമുകളായിട്ട് യോജിച്ചാണ്, ടീം സ്പിരിറ്റോടുകൂടിയാണ് ഓരോ ടീമും പ്രവർത്തിക്കുന്നത്. അപ്പോൾ പരസ്പരം ഓരോ ടീം സ്പിരിറ്റോടുകൂടി നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ഉത്തേജനം, ഒരു പരിശീലനം കൂടി കിട്ടുന്ന വേദിയാണ് ഈ കായികമേളകൾ നിങ്ങൾക്ക് സംഭാവന നൽകുന്നത്. 365 ദിവസവും രാപകലന്യേ ടെലിവിഷൻ രംഗത്തെ നിങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു, അടുത്ത വർഷം മുതൽ കുറേക്കൂടി വിപുലമായി കുറിച്ച് ആലോചിക്കുകയാണ്. കലാമേളകളിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വലിയ പരിശീലനങ്ങളുടെ കഴിവുകളെ വികസിപ്പിക്കുവാൻ തീർച്ചയായിട്ടും കായിക മേളകൾ, സെലിബ്രിറ്റി ക്രിക്കറ്റ് കാർണിവൽ പോലെയുള്ള കായിക മേളകൾ ലഭ്യമുണ്ട്. എല്ലാവർക്കും നിങ്ങളുടെ പേരിൽ നന്ദിയും കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കാർണിവൽ ഞാൻ പ്രതിദാനം ചെയ്യുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ വെച്ച് തന്നെ നടത്താൻ തീരുമാനിച്ചതിന് സ്ഥലം MLA എന്നുള്ള നിലയ്ക്കുള്ള നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് സെലിബ്രിറ്റി ക്രിക്കറ്റ് കാർണിവലിൻ്റെ സീസൺ 1 വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ ഇവിടെ സൂചിപ്പിച്ച വെയിലിൻ്റെയൊക്കെ കാഠിന്യം ഉള്ളതുകൊണ്ട് ദീർഘമായി മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാതെ സീസൺ 1 ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. മഹിമ നമ്പ്യാരെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, ബഹുമാനപ്പെട്ട ആന്റണി രാജു സർ, വയലാർ മാധവൻകുട്ടി സർ, ശ്രീജിത്ത് പാലേരി സർ, ദിനേശ് പണിക്കർ സർ, സുരേഷ് ഉണ്ണിത്താൻ സർ, ഷിബുജി സുശീലൻ സർ, എല്ലാവർക്കും, അതുപോലെ തന്നെ എൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും നമസ്കാരം. എല്ലാവരും പറഞ്ഞു ഭയങ്കരമായ വെയിലുണ്ട് ഇവിടെ. ഡിജിറ്റൽ ടെലിവിഷൻ രംഗത്തെ എല്ലാ കലാകാരന്മാരെയും ടെക്നിക്കൽ ക്രൂവിനെയും എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഫെഫ്കയും MDTVയും ചേർന്ന് അവതരിപ്പിക്കുന്ന ആദ്യത്തെ സെലിബ്രിറ്റി ക്രിക്കറ്റ് കാർണിവലാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിപ്പോൾ ഇവിടെ നടന്നു. ഇത് ആദ്യത്തെ സീസണാണ്. ആദ്യത്തെ സീസണിൽ തന്നെ ഇതിന് ഭാഗമാവാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഈ ഒരു പ്രോഗ്രാമിന് എന്നെ ഇൻവൈറ്റ് ചെയ്തതിന് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഞാൻ ഈ ക്രിക്കറ്റ് ലീഗിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു പരിപാടി ഇത്രയും സക്സസ്ഫുള്ളായി നടത്താൻ നിങ്ങളായിരിക്കും ഇതിൻ്റെ പിറകെ ഒരുപാട് ദിവസങ്ങളായി മെനക്കെട്ട് എഫേർട്ടിട്ട് നടക്കുന്നത്. അപ്പോൾ 14 ടീംസ് ഉണ്ടെന്ന് അറിഞ്ഞു. 4 ദിവസങ്ങളായിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ എല്ലാ ടീം മെമ്പേഴ്സിനും ഞാൻ എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. പിന്നെ ഫീമെയിൽ ലേഡീസിൻ്റെ ഒരു ടീം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുറച്ചും കൂടെ അവർക്ക് സപ്പോർട്ട് അറിയിക്കുകയാണ്. എനിക്ക് തന്ന ദൗത്യം എന്ന് പറയുന്നത് അവരുടെ ജേഴ്സി നൽകുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ആ ചടങ്ങിലേക്ക് നീങ്ങുകയാണ്. അധികം വെയിലത്ത് നിർത്തി ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്നതിനായി സ്റ്റെല്ല മേരിയെ ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ ഒരു ചീഫ് ഗസ്റ്റായിട്ട് കിട്ടിയത് ഒരു വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. മഹിമ, പിന്നെ നമ്മുടെ അടുത്ത സുഹൃത്തായ ഷിബുജി സുശീലൻ, എൻ്റെ വളരെ വളരെ ക്ലോസ് ആയിട്ടുള്ള, ഞാൻ നിർമ്മിച്ചിട്ടുള്ള ഒരു സീരിയൽ തന്നെ സംവിധാനം ചെയ്തിട്ടുള്ള ശ്രീജിത്ത് പലേരി, പിന്നെ ഫെഫ്കയുടെ എല്ലാ ഭാരവാഹികളും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ
ഏറ്റവും ഇതൊക്കെ സ്പോൺസേഴ്സിലേക്ക് കാര്യം നടക്കില്ലല്ലോ. ഫൈസൽ ഖാനോട് പ്രതീക്ഷിച്ചിരുന്നു, ഫൈസൽ ഇന്ന് എത്തിയിട്ടില്ല. അതിന് പകരം എത്തിയ ശ്രീ രാജേഷ്, പിന്നെ ഇന്ന് കളിക്കാനെത്തിയ നിങ്ങളൊക്കെ താരങ്ങളാണ്, എല്ലാവരും കളിക്കാനെത്തിയിരിക്കുന്ന താരങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് താരം എന്ന വാക്കിൽ ഒരു ആർട്ടിസ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും എൻ്റെ ഒരു നമസ്കാരം.